എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ വരുന്ന മാർച്ച് 10 ഞങ്ങളുടെ തട്ടയത്ത് ഉത്സവം കേട്ടോ. കുറ്റിപ്പുറം ശ്രീ നൊട്ടനാളിക്ക ഭഗവതി ക്ഷേത്രത്തിലെ ദേശതാലപ്പൊലി മഹോത്സവം. അതിനോടനുബന്ധിച്ചിട്ട് ഇന്ന് തട്ടയത്ത് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂട്ട് പൊങ്കാലയ്ക്ക് പോവുകയാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയിട്ടോ. ഇന്നലെ എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അവിടുന്ന് വരുമ്പോഴത്തേന് 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പുലർച്ചെ. അപ്പം എണീക്കാൻ കുറച്ച് നേരം വൈകി. ഞങ്ങൾ എത്തുമ്പോഴത്തേന് പൊങ്കാല ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും കണ്ണേട്ടനും കൂടിയിട്ട് നടന്നിട്ടാട്ടോ പോയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നൊട്ടനാലിക്കൽ ഭഗവതി ക്ഷേത്രം. ഞങ്ങൾ രണ്ടാളും വേഗം പോയിട്ട് തൊഴുതു കേട്ടോ. തൊഴുത് കഴിഞ്ഞിട്ട് അമ്മനെയും മേമനൊക്കെ കണ്ടുപിടിക്കലായിരുന്നു ടാസ്ക്. എല്ലാ കൊല്ലത്തിനെങ്ങാട്ടി പ്രാവശ്യം പൊങ്കാലയ്ക്ക് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്നാലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവരടുത്ത് എത്തി. ഇവർ 4 ആൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്ഥലം ഒരുക്കിയ പോലെയാണ്. എല്ലാ കൊല്ലം ഇവർ ഏകദേശം ഇവിടെ തന്നെയാണ് പൊങ്കാല ഇടാറ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി, അതിന് കുറച്ച് ചീത്ത കിട്ടു. പൊങ്കാല വരെ മേമൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുംഭത്തിലെ അവസാന ഞായറാഴ്ചയാണ് ഞങ്ങളുടെ ഉത്സവം വരുന്നത്. എല്ലാ കൊല്ലം 7 ദിവസമാണ് ഉത്സവം വന്നിരുന്നത്. ഇപ്രാവശ്യം മുതൽ 14 ദിവസമാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ പൊങ്കാലയും കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവരുടേത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിയുള്ളവരുടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ എന്താ പൊങ്കാല തെളിക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ പൊങ്കാലക്കാലത്തിൽ നിന്നും ഒരു പായസം എടുക്കുന്നു കേട്ടോ. അതെല്ലാതും കൂടി മിക്സാക്കിയിട്ട് വന്ന ഭക്തജനങ്ങൾക്ക് മൊത്തത്തിൽ കൊടുക്കുക കേട്ടോ ചെയ്യണത്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അങ്ങനെ എന്താ പൊങ്കാല ഇട്ടവരൊക്കെ പോയി തൊഴുതു വന്നോട്ടാ. മേമ തൊഴുതു വരുമ്പോൾ പായസം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പായസം കൂടി മിക്സ് ആയിട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അത് കഴിച്ചു. മാമി കുറച്ച് പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പായസം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ പ്ലേറ്റ് ശ്രദ്ധിച്ചത് കേട്ടോ. ഇത് ഇല കൊണ്ട് ഉണ്ടാക്കിയ പ്ലേറ്റാണ്. എന്ത് ഇലയെന്ന് എനിക്കറിയില്ല. ഇല ഉണക്കിയിട്ട് അത് മാച്ച് വെച്ച് അമർത്തിയിട്ട് പാത്രം. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി. നമ്മൾ പായസം കഴിച്ച് വലിച്ചെറിഞ്ഞാൽ അത് മണ്ണിൽ അലിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇവിടെ ഇരുന്ന് പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അതാ ഈ വരി കണ്ടോ, ഈ വരി കഞ്ഞി പുഴുക്കും കഴിക്കാനുള്ള വരി കേട്ടോ. അമ്പലത്തിൽ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കഞ്ഞിയും പുഴുക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളേറ്റവും ലാസ്റ്റാണ് കഴിച്ചത്. എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളേറ്റവും ലാസ്റ്റാട്ടോ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും പൊങ്കാലിട്ടവർ കഴിക്കട്ടെ വെച്ചിട്ട് ഞങ്ങൾ മാറിയിരുന്നു കേട്ടോ. അതാ ഞാനും ഏട്ടന്മാരൊക്കെ കൂട്ടിഞ്ഞ് കഞ്ഞിയും പുഴുക്കും കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കഞ്ഞിയും പുഴുക്കും ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചു. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കുമ്പോൾ അമ്പലം ഫുൾ ശാന്തം. പൊങ്കാല ഇട്ടവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ കേട്ടോ ഭഗവതിക്ക് പൊങ്കാല വെച്ചത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.